ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ മനാമയിലേക്ക് പോവാണ്. അപ്പോൾ ഇതാണ് ബഹ്റിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള മനാമ. എപ്പോൾ വന്നാലും അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ്. ഇവിടെ എന്തേണ്ട പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം കളയുന്നുണ്ട് കേട്ടോ. നാട്ടിൽ മാത്രമല്ല ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. എപ്പോൾ വന്നാലും ഒരുപാട് വണ്ടികൾ കാണും. ഇതാണ് ഫാമിലി ഡിസ്കൗണ്ട് സെൻറ്റർ. ഞങ്ങൾക്ക് അവിടെ പാർക്കിംഗ് കിട്ടാത്തതുകൊണ്ട് പാർക്കിംഗ് തപ്പി പിടിച്ച് വന്നപ്പോൾ ഫാമിലി ഡിസ്കൗണ്ട് സെൻറ്ററിൻ്റെ ഫ്രണ്ടിലാണ് പാർക്ക് ചെയ്തത്. എന്നാൽ പിന്നെ ഇവിടെ വണ്ടിയുടെ സ്ഥിതിക്ക് ഇതിനകത്ത് എന്താണെന്ന് കയറാൻ വേണ്ടിയിട്ട് പഴുതിട്ട് തിരിഞ്ഞ് ഞങ്ങൾ കയറിയതാ. എൻ്റെ പൊന്നോ, എവിടെ നിന്ന് തുടങ്ങണമെന്നായിരുന്നു കൺഫ്യൂഷൻ. അമ്മാതിരി സാധനങ്ങളുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്ത് നമ്മളെടുത്താലും 100 fils to 2 BDA ഇവിടെ ആവുന്നുള്ളൂ. ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറഞ്ഞതുപോലെ ഏകദേശം എല്ലാ സാധനം, ബ്രഷിലിരുന്ന് പേസ്റ്റ് തൊട്ട് ഡ്രസ്സ്, ഷൂസ്, എല്ലാ സാധനം കിട്ടും. ഇത് കണ്ടോ, ഇത് മറ്റേ നമ്മൾ കുടുക്ക എന്ന് പറയും, പിഗ്ഗി ബാങ്ക്. കാണാനൊക്കെ നല്ല അടിപൊളിയാണ്. കുറേ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. പക്ഷേ ഇത് ഞങ്ങൾ എടുത്തില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ എന്താ, ഇത് ടോയ്സിൻ്റെ സെക്ഷനാണ്. എൻ്റെ ഈശ്വര, ഇതിപ്പോൾ എവിടെ നിന്നാണ് കാണിക്കുക ഞാൻ? പല വെറൈറ്റി പല ടൈപ്പിലുള്ള ഒരുപാട് കളക്ഷൻ. കുട്ടികളൊന്നും അങ്ങോട്ട് വിടേണ്ട താമസം. ട്രോളി ഫില്ല് ചെയ്ത് തരുന്ന കാര്യം അവരേറ്റോളും. ഫ്രൂട്ട്സിൻ്റെ ഒക്കെ വെറൈറ്റി ഉണ്ട്. പിന്നെ കാറുണ്ട്. ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. ദേ കണ്ടില്ലേ, ഡോണ്ട് ഓപ്പൺ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. കുട്ടികളും നമ്മളൊന്നും തുറന്നതിനെ ശല്യപ്പെടുത്തണ്ട. പിന്നെ എന്താ, ഈ ഫോണ് ടി വി ഒക്കെ അഡിക്റ്റ് ആയിട്ട് ഇരിക്കുന്ന കുട്ടികളില്ലേ, അവർക്ക് ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ അവരും ഹാപ്പി, നമ്മൾ ഹാപ്പി. ഇത് ഫുൾ ഡെക്കറേഷൻ ഏരിയ ആണ്. ഒരുപാട് വെറൈറ്റീസ് ഡെക്കറേഷൻ ആയിട്ട് നമുക്ക് വാങ്ങിച്ച് വീട്ടിലൊക്കെ വെക്കാം. നാട്ടിൽ പോകുന്നവർക്ക് നാട്ടിൽ കൊണ്ടുപോകാം. ദേ ഇത് കണ്ടില്ലേ, ട്രോഫികളുടെ കുറേ വെറൈറ്റി ഉണ്ട്. ഓട്ടക്കാരുടെയും ഫുട്ബോളുകാരുടെയും ഒക്കെ ഉണ്ട്. എന്നെപ്പോലെ ഗപ്പൊന്നും അധികം കിട്ടാത്ത ആൾക്കാർക്ക് ഗപ്പ് വേണമെങ്കിൽ ഇവിടെ വന്ന വെറൈറ്റി ഓഫ് കപ്സ് കിട്ടും. വാങ്ങി ഷോക്കേസിൽ വെച്ച് സ്വയം ആസ്വദിക്കാം. ഇത് ക്യൂട്ട് ലാമ്പിൻ്റെ സെക്ഷനാണ്. നല്ല ക്യൂട്ട് കപ്പിൾസിൻ്റെ ഒരു ഗിഫ്റ്റാണ്. അപ്പോൾ വാലന്റൈൻസ് ഡേക്കോ ലവറിനോ ആനിവേഴ്സറിക്കോ ഒക്കെ നമുക്ക് പാർട്ട്ണറിന് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റ്. വേറെ ഒന്നുണ്ട് യൂണിക്കോൺ, അത് വർക്കാവൂല. കറക്കി നോക്കി, പക്ഷേ ഇത് വർക്കായില്ല. അതുകൊണ്ട് തിരിച്ച് അതേപോലെ 2 തട്ട എൻ്റെ തലക്കിട്ട് കൊടുത്തിട്ട് അങ്ങ് വെച്ചു. ഫുള്ള് നല്ല അഡാർ ഐറ്റംസ് ആണ് എല്ലാം ഇരിക്കുന്നത്. എൻ്റെ കണ്ണ് എവിടെയൊക്കെ പോകുന്നുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഒരു കൺട്രോളും കിട്ടുന്നില്ല. ഇനി ഇവിടെ നിന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്കും എനിക്കും നഷ്ടമായതുകൊണ്ട് നമുക്ക് പതിയെ സ്ഥലം വിടാം. അടുത്ത സെക്ഷനിലോട്ട് പോവാം. പട മേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ അവിടെ പന്തവും കൊളുത്തി പടയെന്ന് പറഞ്ഞ കണക്ക് ഡെക്കറേഷൻ്റെ ഐറ്റത്തിൽ നിന്ന് ഓടിയെത്തിയത് വീണ്ടും ടോയ്സിൻ്റെ ഏരിയയിലാണ്. ഇത് കുറച്ച് വേറൊരു രീതിയിലുള്ള ടോയ്സ്. നേരത്തെ കണ്ട ടോയ്സ് അതൊരു സെക്ഷൻ, ഇത് വേറെ സെക്ഷൻ. നമുക്കതുകൊണ്ട് കുറച്ച് സ്പീഡിന് വിടാം. ഇത് കുറേ പൂക്കളുടെയും നമ്മുടെ സോഫ്റ്റ് ടോയ്സ് ഇല്ലേ, സോഫ്റ്റ് ടോയ്സിൻ്റെയൊക്കെ ഒരു ഏരിയയാണ്. ഇതാ കണ്ടില്ലേ, ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് നമുക്ക് എടുക്കാം. ഈ ടോയ്സ് എല്ലാം പലതും പല വെറൈറ്റീസാണ്. വേണ്ട ഈ പെൻഗ്വിനും ക്രൊക്കഡൈലും ഡോഗും ഒക്കെ ഉണ്ട് ഇവിടുത്തെ. ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള ഏത് ഡോള് നമ്മൾ എടുത്താലും മാക്സിമം പ്രൈസ് 2.2 BDA വരുന്നത്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ സകലമാന സാധനങ്ങളും നമുക്ക് ഇവിടെ വന്ന വില കുറഞ്ഞ രീതിയിൽ കിട്ടുന്നതാണ്. ഇത് കണ്ടോ, ബേബീസിൻ്റെ മാറ്റില്ലേ, നമുക്ക് താഴെ വിരിച്ചു കഴിഞ്ഞാൽ സോഫ്റ്റ് മാറ്റാണ്. പിന്നെ അത് എൻ്റെ കുട്ടി അവിടെ നിന്ന് എന്തൊക്കെയോ തപ്പുന്നുണ്ട്, ഏതാണ്ടൊക്കെ എടുത്ത ലക്ഷണമുണ്ട്. ഇത് ചെടിച്ചട്ടി, പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്, ക്ലിപ്പ്, അതായത് ഡ്രസ്സ് ഉണക്കാൻ യൂസ് ചെയ്യുന്ന ക്ലിപ്പ്, ബാസ്ക്കറ്റ്, മഗ്, അങ്ങനത്തെ ഒരു ഏരിയ ആണ് ഇത്. ഇവിടെ കുറേ കിച്ചണിൻ്റെ ആവശ്യമുള്ള സ്ക്രബ്ബേഴ്സ്, സ്പോഞ്ച് സ്ക്രബ്ബ്, പിന്നെ എന്താ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രഷ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇത് ചെയറാണ്. ഞാനൊന്ന് പ്രസ് ചെയ്തൊക്കെ നോക്കി, കാരണം ചില ചെയർസ് നമ്മൾ ഇരിക്കുമ്പോൾ കേൾക്കും, പക്ഷെ അത് കേൾക്കുന്നില്ല. ഇത് ഫുൾ ക്ലീനിങ് ഏരിയ, മാറ്റ്, ഡസ്റ്റ്ബിൻ, അങ്ങനത്തെ ഏരിയാസാണ്. ചൂലും ചവിട്ടിയും ക്ലീനിങ് ബ്രഷും മോപ്പും ഒക്കെ. ഇത് കപ്പിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. കോഫി ലവേഴ്സ് ആൻഡ് ടീ ലവേഴ്സ് ഇവിടെ കമോൺ. ഷോപ്പീസ് ആയിട്ടോ അല്ല നമുക്ക് വീട്ടിലാവശ്യത്തിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് കളക്ഷൻ ഉണ്ട്. തൊട്ടടുത്ത് തന്നെ പാത്രത്തിൻ്റെ കളക്ഷനാണ്. ചെറിയ പാത്രത്തിലിരുന്ന് വലിയ പാത്രം വരെയുണ്ട്. ഇത് ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. ദേ ഈ കണ്ടില്ലേ, ഇതെല്ലാം ട്രോളി ബാഗ്സ് ആണ്. നമ്മൾ പുറത്ത് ട്രോളി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വിലയുണ്ട് ഇവിടെ ട്രോളി ബാഗിനൊക്കെ. ഇതെല്ലാം വിത്ത് ലഞ്ച് ബോക്സ് കാരിയറും പൗച്ചും കൂടെ വരുന്നതൊക്കെ 2.2 BDA ആണ് മാക്സിമം റേറ്റ് വരുന്നത്. ഞാനിതിപ്പോൾ ഈ കടക്കാർക്ക് ഫ്രീ പ്രൊമോഷൻ കൊടുക്കുന്നത് പോലെ ആവോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ കണ്ട കാര്യം നിങ്ങളിൽ അറിയിക്കുന്നതേ ഉള്ളൂ. ഗേൾസ് ഏരിയ എത്തിയല്ലോ. ഇത് ക്ലിപ്പ്, കുഞ്ഞു കുഞ്ഞ് ഹെയർ ക്ലിപ്സ് ഇല്ലേ, അത് ബണ്ണ്, അങ്ങനത്തെ സെക്ഷനാണ്. ഞാൻ പിന്നെ ആ ഏരിയയിലോട്ട് അധികം അങ്ങോട്ട് കയറിയില്ല, കാരണം പണി കിട്ടും.
ഈ ഒരു ഏരിയ ഫുൾ ക്ലീനിങ് ആക്സസറീസ് ആണ്. നമുക്ക് കിച്ചൺ ടോയ്ലറ്റ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന ഈ ലിക്വിഡ് ഡിഷ് വാഷറില്ലേ, അത് 3 ലിറ്റർ ഉണ്ട്. ചേട്ടൻ പക്ക സെയിൽസ്മാനെ പോലെ നിന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. 3 ലിറ്റേഴ്സ് 1.1 BD പോലെ വരുന്നത്. ഇത് ഡൈപ്പർ, വെറ്റ് വൈപ്സ്, അതിൻ്റെ ഒരു ഏരിയ. ഇത് വീണ്ടും പാത്രങ്ങളുടെ ഏരിയ ആണ്. കുഞ്ഞ് ബൗൾ തൊട്ട് വലിയ ട്രേ, പ്ലേറ്റ്, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റ്, ലഞ്ച് പ്ലേറ്റ്, പല വെറൈറ്റീസ് ഓഫ് ബൗള്, കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. കണ്ണടച്ച് നടക്കാം, അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ എടുക്കണമെന്ന് തോന്നിയാലോ. കണ്ടിട്ടാണെങ്കിൽ എടുക്കാനും തോന്നുന്നുണ്ട്, പക്ഷെ എടുക്കാനും വയ്യ, എടുക്കാതിരിക്കാനും വയ്യ എന്ന് പറയുന്നൊരവസ്ഥയില്ലേ. അതെ, പല കളറിൽ കണ്ട നമുക്ക് ഡൈനിങ് ടേബിളൊക്കെ മിന്നിക്കാം. ഇതൊരു വലിയ ട്രേ ആണ്. പ്ലേറ്റ് ആണോ ട്രേ ആണോ എന്ന് അത്രയും വലിപ്പമുണ്ട് അതിൽ. ഇത് നമ്മളെ ബുക്ക്, സ്റ്റേഷനറി ഐറ്റംസ് ആണ്. ബുക്ക്, എൻവലപ്പ്, സ്റ്റിക്കി നോട്ട്സ്, അങ്ങനത്തെ കുറേ കളക്ഷൻസ് ഉള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ അവർ ഗ്ലാസ് ഉണ്ടല്ലോ, വെള്ളം കുടിക്കുന്ന ഗ്ലാസ്, ജ്യൂസ് കുടിക്കുന്ന ഗ്ലാസ്, അങ്ങനെ അതും ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഓടിച്ച് കാണിക്കാം. ബുക്സിൻ്റെ കളറിംഗ് ബുക്ക്, ഡ്രോയിങ് ബുക്ക്, കുഞ്ഞു കുട്ടികളുടെ 3+ years ഉള്ള കുട്ടികളുടെ അല്ലാണ്ട് ഇത് ക്ലോക്കിൻ്റെ കളക്ഷനാണ്. വീട്ടിൽ വെക്കാവുന്ന പല ഫാഷനിലുള്ള ക്ലോക്ക്സ്. ഇത് ഗേൾസിൻ്റെ ചെരുപ്പിൻ്റെ കളക്ഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. എവിടെ നിന്ന് തുടങ്ങണമെന്നോ എന്ത് വാങ്ങണമെന്നോ അറിയില്ല, അത്രയ്ക്ക് കളക്ഷൻ ഉണ്ട്. സൂപ്പറാണ്. മാക്സിമം പ്രൈസ് 2.2 BD. അതിൻ്റെ ക്വാളിറ്റി എല്ലാം ഉണ്ട്. ഞാൻ ഏറ്റവും അധികം ടൈം സ്പെൻഡ് ചെയ്തത് ഈ ചെരുപ്പിൻ്റെ ഏരിയയിലാണ്. കാരണം എനിക്കുൾപ്പെടെ ഞങ്ങളുടെ വീട്ടിൽ 3 പെണ്ണുങ്ങളാണല്ലോ, ഒരുപാട് ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. ഇതിൽ ബോയ്സ്, കുഞ്ഞു കുട്ടികളുടെ ചെരുപ്പിൻ്റെ കളക്ഷൻസും ഇതിൽ വരുന്നുണ്ട്. പക്ഷേ ആണുങ്ങളുടെ ജെൻസിന് വേറൊരു സെക്ഷനിലുണ്ട്. ഞാൻ ഏറ്റവും അധികം നേരം ഇവിടെ ചിലവഴിച്ചത് കാരണം എനിക്ക് കൂടുതൽ ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ വെറുതെ ഒന്ന് കയറിയതാണെങ്കിലും പക്ഷേ ഇവിടെ നിന്ന് ചെരുപ്പ് നോക്കാൻ തന്നെ കുറേ സമയം ഞാൻ നിന്നു. കാരണം കൺഫ്യൂഷൻ ആയിരുന്നു ഏതെടുക്കണം. അതുകൊണ്ട് ബാക്കിയുള്ളത് എടുക്കാനുള്ളൊരു ടൈം കിട്ടിയില്ല. സോ ഇത്രയേ ഉള്ളൂ ഫാമിലി ഡിസ്കൗണ്ട് സെൻറ്ററിൻ്റെ വിശേഷങ്ങൾ. അടുത്ത സ്ഥലമായിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ.